വ്യാഖ്യാതാക്കളുടെ സങ്കേതത്തിൽ ഇതിന്റെ സാങ്കേതിക അർത്ഥം എന്താണ്? ഇമാം നബവി തങ്ങൾ പറയുന്നു, മൻ തബാ അലൈഹി അംറുഹു വഖഫി അലൈഹി ആഖിബത്തു. എന്താണ് ഖുറർ എന്ന് പറഞ്ഞാൽ? മൻ തബാ അലൈഹി അംറു, കാര്യം അവ്യക്തമായത്, അതിൻ്റെ പരിണതി, അതിൻ്റെ അവസാനം നിഗൂഢമായി കിടക്കുകയാണ്, തീർത്തു പറയാൻ പറ്റുകയില്ല. ഒരു ഉദാഹരണം പറയാം. ആകാശത്തിലൂടെ ഒരു പക്ഷി പറന്നു പോകുന്നു. ആ പറന്നു പോകുന്ന പ്രാവിനെ നിനക്ക് ഞാൻ വിറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രാവിനെ ഇവന്റെ കയ്യിൽ കിട്ടുമോ? അത് വാങ്ങിയ ക്രേതാവിന് അവന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? പറയാൻ പറ്റുകയില്ല. ഒരു വേള ആ പ്രാവ് അവൻ്റേതെങ്കിൽ പോലും തിരിച്ചു വന്നുകൊള്ളണമെന്നില്ല. ഒരു തടാകത്തിലെയോ ഒരു നദിയിലെയോ ഒരു മത്സ്യം, ആ മത്സ്യം ചൂണ്ടി, ഈ മത്സ്യത്തെ നിനക്ക് ഞാൻ വിറ്റു എന്ന് പറഞ്ഞു. ആ മത്സ്യം അവന് പിടിക്കാൻ കഴിയുമോ? പിടിച്ച് മറ്റവനെ ഏൽപ്പിക്കാൻ കഴിയുമോ? തീർത്ത് പറയാൻ പറ്റുകയില്ല. അപ്പം നിഗൂഢതയുണ്ട് അല്ലേ? അപ്പം മൻ തബാ അലൈഹി അംറു വഖഫി അലൈഹി ആഖിബത്തുഹു, പലരും പല നിർവചനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കൂടുതൽ അതിൻ്റെ വിശദീകരണം നീട്ടുന്നില്ല. അപ്പോൾ ഉറവ് വരുന്ന എല്ലാ ഇടപാടുകളെയും നിരോധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ബഹുമാനപ്പെട്ട ഇമാം അങ്ങനെയാണ് പറഞ്ഞത്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, മഹ്തമല അംറൈനി അഗ്ലബുഹുമ അഖ്വഫുഹുമ എന്ന് തുഹ്ഫ 4:250 കാണാൻ സാധിക്കും. രണ്ട് കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിൽ കൂടുതലായും നാം ആശങ്കിക്കുന്ന, പേടിക്കുന്ന കാര്യമാണ് ഉണ്ടാവുക. ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുണ്ട്, ഉണ്ടാകാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. മിക്കവാറും അത് ഇല്ലാതിരിക്കാനാണ് സാധ്യതയുള്ളത്, ഈ സ്വഭാവത്തിലുള്ള നിഗൂഢതയുള്ളത് എന്നാണ് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. അവിടെ നമുക്ക് കാണാം, ഹനഫി മദ്ഹബുകാരനായ ഇമാം സിർഖസി തങ്ങൾ പറഞ്ഞു, മായക്കൂനു മസ്തൂറൽ ആക്കിബ, അവസാനം മറയ്ക്കപ്പെട്ടത്, അവസാനം എന്ത് എന്ന് തിരിയാത്തത് അല്ലേ? മാലിക്കി മദ്ഹബുകാരനായ ഖറാഫി തങ്ങൾ പറഞ്ഞു, ഹുവല്ലദീ ലാ യുദ്റ ഹൽ യഹ്സുലു അംല, ഉണ്ടാകുമോ ഇല്ലേ എന്ന് തീർത്തു പറയാൻ കഴിയാത്തത്. അദ്ദേഹം നേരത്തെ പറഞ്ഞു, ഉദാഹരണങ്ങൾ പറഞ്ഞു. കത്തഗിരി ഫിദ്ദവാ, അന്തരീക്ഷത്തിലെ പറവയെ വിൽക്കും പോലെ, ഒസമയ്ക്ക് ഫിൽമായി, വെള്ളത്തിലെ മത്സ്യത്തെ വിൽക്കും പോലെ. അങ്ങോരുടെ അൽ ഫുറൂഖ് എന്ന് പറയുന്ന ഗ്രന്ഥം 3-ാം വള്ളിയും 265-ാമത്തെ പേജിൽ എങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ ആകത്തുക ഒന്ന് തന്നെ. ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഖുർആനിന് പറഞ്ഞതിൻ്റെ ആകത്തുക ഒന്ന് തന്നെ. അതായത് ഉണ്ടാകുമോ ഇല്ലേ എന്നറിയപ്പെടാത്തത്. ഇനി ഉണ്ടായാൽ തന്നെ അത് കുറഞ്ഞതാണോ വർദ്ധിച്ചതാണോ എന്നറിയപ്പെടാത്തത്. അല്ലെങ്കിൽ അത് കയ്യേൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കാത്തത്. അപ്പോൾ ഒന്നുകിൽ ഉണ്ടാകുമോ ഇല്ലേ എന്ന് പറയാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ അത് കുറവാണോ കൂടുതലാണോ എന്ന് പറയാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ അത് കയ്യിൽ കിട്ടിയത് ഏൽപ്പിച്ചു കൊടുക്കാൻ, അത് വാങ്ങിയ ക്രേതാവിന് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമോ ഇല്ലെന്ന് തീർത്ത് പറയാൻ പറ്റുകയില്ല. ഇவ்வித സ്വഭാവത്തിലുള്ളതൊക്കെ ഉറർ ഉള്ളതാകുന്നു. അതിന് ഉദാഹരണങ്ങൾ നമ്മുടെ ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ നെറ്റ്വർക്ക് ബിസിനസ്സിൽ ഇവിടെ ഉറർ വരുന്നുണ്ടോ ഇല്ലേ? നമ്മുടെ നെറ്റ്വർക്ക് ബിസിനസ്സിൽ ഉറർ വരുന്നുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലബനു ഫിൽ ളിർ, നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങൾ, ഹദീസുകളിൽ നിന്ന് സ്വരൂപണം നടത്തി പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങൾ. ഒന്ന്, അകിട്ടിലെ പാല്, ഒരു മൃഗത്തിൻ്റെ അകിട്ടിലെ പാല് വിൽക്കുന്നു. നമുക്ക് വളരെ നിസ്സാരമായി, സിമ്പിളായി തോന്നിയേക്കാം. ഇത്രയും സില്ലി കാര്യങ്ങളെക്കുറിച്ച് വലിയ വിധികളൊക്കെ പറഞ്ഞ് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണോ എന്ന് നമുക്ക് തോന്നിയേക്കാം. ശറഇൽ നിസ്സാരം എന്ന് പറയുന്നൊരു കാര്യമില്ല, എല്ലാം സാരം തന്നെ. നഖം മുറിക്കുന്നത് സുന്നത്തില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. എന്തുകൊണ്ട്? തവാത്തുർ കൊണ്ട് അറിയപ്പെട്ടു നഖം മുറിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണെന്ന്. ഒരാൾ നഖം മുറിച്ചില്ല, മരണം വരെ നഖം മുറിച്ചില്ല. അങ്ങനെയുണ്ട്, ഗിന്നസ് ബുക്കിൽ പേര് നേടിയ ഒരാളുണ്ട്, മരണം വരെ നഖം മുറിക്കാത്ത ആൾ. അയാളുടെ നഖത്തിന് ലക്ഷങ്ങൾ വരെ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരാൾ മരണം വരെ നഖം മുറിച്ചില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. നേരെ മറിച്ച് നഖം മുറിക്കൽ ഇസ്ലാമിൽ സുന്നത്തില്ല എന്ന് പറഞ്ഞാലോ ഇസ്ലാം എന്ന് പുറത്തുപോയി. തവാത്തുർ കൊണ്ട് ഇസ്ലാമിൽ അറിയപ്പെട്ടൊരു കാര്യം നിഷേധിച്ചു എന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് എല്ലാം സാരമുള്ളത് തന്നെ. അകിട്ടിലെ പാല് വിൽക്കാൻ പാടില്ല. അകിട് ചിലപ്പോൾ ചിലപ്പോൾ അസ്വാഭാവികമായി ചിലപ്പോൾ വീർത്തേക്കാം. അകിട് വീർക്കുന്നത് മുഴുവനും പാൽ ഉള്ളത് കൊണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ അകിട്ടിലെ പാല് വിറ്റു എന്ന് പറഞ്ഞുകൂടാ. പാല് പാത്രത്തിൽ കറന്നെടുത്തേ വിൽക്കാവൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ വാഗ്വാദത്തിന്, തർക്കത്തിന്, വഴക്കിന് ഇടവരും, മുഖറു വരും. അല്ലുലു ഫിസിഫ് സ്വിസദഫ്, ചിപ്പിയിലെ മുത്ത് വിൽക്കാൻ പാടില്ല.
എല്ലാ ചിപ്പിയിലും മുത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. ചിപ്പിയിൽ മുത്തുണ്ടായാൽ തന്നെ വലുതോ ചെറുതോ ഗുണമേന്മയുള്ളതോ ഗുണമേന്മ കുറഞ്ഞതോ എന്ന് അറിയില്ല. അത് ചിപ്പിയിൽ നിന്ന് പുറത്തെടുത്ത മുത്തേ വിൽക്കാൻ പാടുള്ളൂ. നിഗൂഢതയുണ്ട്. അൽ ഹംലു ഫിൽ ബത്തിൻ, ഗർഭം വയറ്റിലുള്ള കുട്ടിയെ വിൽക്കാൻ പാടില്ല. ആടിനെ മാടിനെ അല്ലെങ്കിൽ വേറെ വല്ലതും മൃഗത്തെ വിൽക്കുന്നു, അതിൻ്റെ അകട്ടിലെ കുട്ടിയെ മാത്രം വിൽക്കാൻ പാടില്ല. അകട്ടിലെ കുട്ടി ആണോ പെണ്ണോ ചെറുതോ വലുതോ അത് അംഗവൈകല്യമുള്ളതോ ഇല്ലാത്തതോ ഒന്നും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് വിൽക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ സമക്കു ഫിൽ മാ, വെള്ളത്തിലെ മത്സ്യം വിൽക്കാൻ പറ്റില്ല. അത്വൈറു ഫിൽ ഹവാ, അന്തരീക്ഷത്തിലെ പറവ വിൽക്കാൻ പാടില്ല. കൊച്ചു കൊട്ടത്തളത്തിലെ കൊച്ചു കിണറിലെ എല്ലാം ചെറിയ കുളത്തിലെ മത്സ്യം വിൽക്കാം. വലിയ തടാകത്തിലെ നദിയിലെ പുഴയിലെ ഇതൊന്നും മത്സ്യങ്ങൾ വിൽക്കാൻ പാടില്ല. കാരണം പെട്ടെന്ന് പിടിച്ച് അത് വാങ്ങിയവന് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ബൈഉമാ സയംലിക്കുഹു, ഇപ്പോൾ തൻ്റെ ഉടമാവകാശത്തിൽ വന്നിട്ടില്ലാത്തൊന്ന് വിൽക്കാൻ പാടില്ല. ഒരാൾ ഒരു പറമ്പിന് ഒരു സ്ഥലത്തിന് ഇടത്തിന് അഡ്വാൻസ് കൊടുത്തു, കച്ചവടം നടന്ന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല, ഇയാളുടെ പൂർണ്ണമായ ഉടമാവകാശത്തിലേക്ക് കടന്നിട്ടില്ല. അത് വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റൂല. ലാ തബിയു മാലം തഖ്ബിൽ, നീ കബില് ലാ തബിയു ഷൈഅൻ ഹത്താ തഖ്ബില, ഒരു വസ്തു കയ്യേറ്റ് പൂർണ്ണമായി നിന്റെ അധികാരത്തിൽ വരുന്നത് വരെ വിൽക്കരുത്, ഒരു വസ്തു വിൽക്കരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിറ്റാൽ കശപശയുണ്ടാകും. ഒന്നാം കക്ഷിയിൽ നിന്ന് വാങ്ങി രണ്ടാം കക്ഷി മൂന്നാം കക്ഷിക്ക് വിറ്റു. ഒന്നാം കക്ഷി പറഞ്ഞ് ഞാൻ രജിസ്ട്രേഷൻ ചെയ്തു തരില്ല എന്ന് പറഞ്ഞ കുടുങ്ങിലെ കച്ചവടം അവതാളത്തിലായി. ഇങ്ങനെയുള്ള ഒരു ഏച്ചിക്കെട്ട് വരാൻ പാടില്ല ഒരു കച്ചവടത്തിലും. ഇസ്ലാമിലെ സകലമായ ഇടപാടുകളും വളരെ സുതാര്യമാണ്. അതാര്യമായ ഒരു ഇടപാടിനെയും ഇസ്ലാം അംഗീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നബിതങ്ങൾ നിരോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫിഖ് പണ്ഡിതന്മാർ പറഞ്ഞു ബൈഉമാ സയംലിക്കു, ഇപ്പോൾ ഉടമാവകാശത്തിലില്ലാത്തതും ഇനി മിൽക്കിലേക്ക് വരാൻ പോകുന്നതുമായ സാധനം ഇപ്പം വിൽക്കാൻ പറ്റുകയില്ല. അതുപോലെ ബൈഉൽ മുലാമസ, സ്പർശക്കച്ചവടം. ഏതാണോ തൊടുന്നത് ഇരുട്ടത്ത് തൊടുക, ഇരുട്ടത്ത് തൊടുന്നത് ഏതാണോ അത് വിറ്റതായിട്ട് കണക്കാക്കുക. അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് വല്ലതും തൊടുക, കണ്ണ് തുറന്നിട്ട് കണ്ടാൽ അത് വിറ്റതായിട്ട് കണക്കാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അതിൽ അപകടങ്ങൾ സംഭവിക്കും, ചതി സാധ്യതയുണ്ട്, പാടില്ല. അതുപോലെ തന്നെ ബൈഉൽ ഹസാത്ത്, നേരത്തെ പറഞ്ഞതുപോലെ കല്ലേറ് കച്ചവടം. ഈ കല്ല് എവിടെ വീഴുന്നു അത് വിറ്റതായിട്ട് കണക്കാക്കി. അല്ലെങ്കിൽ ഭൂമി കച്ചവടത്തിൽ ഈ കല്ല് ഞാൻ എറിയുന്നു, കല്ല് എവിടെ വന്ന് വീഴുന്നു ആ റേഞ്ചിലുള്ളത് നിനക്ക് വിറ്റതായിട്ട് ഞാൻ കണക്കാക്കി. പാടില്ല. ഒരു വേള എതിർച്ചയ കല്ല് തൊട്ടടുത്ത് തന്നെ വീണേക്കാം, ചിലപ്പോൾ വിചാരിച്ചതിലേറെ ദൂരത്തിൽ പോയേക്കാം. അപ്പോൾ അവിടെ പല വിധത്തിലുള്ള ഉററുകളും സംഭവിക്കും എന്നതുകൊണ്ട് പാടില്ല. ബൈഉൽ ഇർബത്തിൽ ഖാനിസ്, ഒരാൾ വലവീശി മത്സ്യം പിടിക്കുന്നു, ഞാൻ ഒന്നാമതായി വലവീശിയാൽ ആ വലയിൽ കുടുങ്ങുന്ന മത്സ്യം നിനക്ക് ഞാൻ വിറ്റു. പാടില്ല. ഒരു വേള ഒരു മത്സ്യവും കുടുങ്ങിയില്ലെന്ന് വന്നേക്കാം, അല്ലേ? ഈ നെറ്റിൽ ചിലപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ചില നെറ്റ്വർക്കിന്റെ പ്രബോധകരായ പ്രചാരകരായ ആളുകൾ മാസങ്ങളോട് നടന്നിട്ട് ഒരാളെയും കിട്ടാതെ അങ്ങനെ നെടുവീർപ്പിട്ടിരിക്കുന്നത് കാണാം, അല്ലേ? ചിലപ്പോൾ നെറ്റിൽ ഒരു ദിവസം കൊണ്ട് തന്നെ കുറെ വിഡികൾ ഒന്നായിട്ട് വീണെന്നും വരാം. അതുപോലെ തന്നെ ഈ ബൈഉൽ ഇർബത്തിൽ ഖാനിസ് എന്ന് പറയുന്നത്, അവിടെ മത്സ്യം പിടിക്കുന്നവൻ വലവീശി ഒരു തവണ അങ്ങോട്ട് വലവീശിയാൽ ആദ്യമായിട്ട് വലവീശി കിട്ടുന്ന വലയിൽ കുടുങ്ങുന്ന മത്സ്യം നിനക്ക് ഞാൻ വിറ്റോന്ന് ഇപ്പം പറയാൻ പറ്റില്ല. ഒരു വേള മത്സ്യം കുടുങ്ങിയില്ലെന്ന് വന്നേക്കാം, കുടുങ്ങിയാൽ തന്നെ അത് കൂടുതലോ കുറവോ എന്നറിയാൻ പറ്റില്ല. ബൈഉൽ ഇർബത്തിൽ ഖവായിസ്,